ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. ഈ ചോയ്സ് ചെറുപ്പത്തിലെ മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലുപ്പത്തിൽ ഇത് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു ജീവിക്കുന്ന മക്കളാണ് ഇനിയൊരു കാലഘട്ടം. അങ്ങനെയാണ്, നമുക്കൊന്നും അവരെ കാണാൻ പോലും കിട്ടൂല. വല്ല വാട്സപ്പ് മെസ്സേജൊക്കെ കിട്ടുക എന്നല്ലാതെ വാട്സപ്പ് വോയിസൊക്കെ ഉണ്ടാവുള്ളൂ. മാതാപിതാക്കളെ ഒന്ന് കാണുന്ന ഏർപ്പാടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഭാര്യങ്ങളായി മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. വലിയ വിഷമുള്ള കാലമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തിന്മയിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമശീലിപ്പിക്കലാണ്. അത്തരം ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിചാരണയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്നു. ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര നല്ലതാണ്. അഹ്ലുസ് സബ്ർ. അള്ളാഹു നമ്മെ ക്ഷമയുടെ ആളുകൾ പെടുത്തി തരട്ടെ. സുമ്മ യുനാദി മുനാദിൻ. വീണ്ടും അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നു, ലിയഖും ജീറാനുല്ലാഹ്. അള്ളാഹുവിന്റെ അതിഥികൾ, അള്ളാഹുവിന്റെ അയൽവാസികൾ എഴുന്നേൽക്കട്ടെ. അള്ളാഹുവിന്റെ അയൽവാസികൾ എഴുന്നേൽക്കട്ടെ. അള്ളാഹിന്റെ അയൽവാസികളോ? അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിച്ചത്. ഫയഖൂമു നാസും മിനന്നാസ് വഹും ഖലീൽ. ജനങ്ങളിൽ നിന്ന് മുഴുക്കെ ഒരൽപ്പം ആളുകൾ അവിടെ എഴുന്നേൽക്കുന്നു. അവർ കുറച്ചേ ഉണ്ടാകൂ. അവരോടും പറയും, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. മലക്കുകൾ തടഞ്ഞു വെക്കുന്നു. എന്താണ് വിഷയമെന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ അയൽവാസികളാണ്. ലിമജാവറതുമുല്ലാഹ ഫീ ദാരിഹി. എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ വീടിന്റെ അരികത്ത് പോയി നിന്നത്? അള്ളാഹിന്റെ വീടിന്റെ അരികത്ത് നിങ്ങൾ ഉണ്ടായോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താ നിങ്ങൾ ചെയ്തതിന്റെ പൊരുൾ എന്ന് മലക്കുകൾ അവരോട് ചോദിക്കുമ്പോ ഇവര് പറയും, കുന്നാ നതജാവറു ഫില്ലാഹ് വനതജാലസു ഫില്ലാഹ് വനതബാദലു ഫില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവേ, നമ്മളെ ക്ലാസ്സൊക്കെ ഈ വകുപ്പിൽ പെടുത്താൻ പറ്റും, നല്ല നിയ്യത്തുണ്ടായാലേ. കുന്നാ നതജാവറു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിച്ചവരായിരുന്നു ഞങ്ങൾ. അള്ളാഹുവിന് വേണ്ടി സന്ദർശിച്ചു. ഒരാളെ നമ്മൾ സന്ദർശിക്കുന്നു, കാണാൻ ആഗ്രഹം ഉണ്ടാവുന്നു, ഒന്നും ഉണ്ടായിട്ടല്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് അയാളോട് ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നല്ല സൗഹൃദ ബന്ധം വേണം. വെറും കടം വാങ്ങിക്കാൻ മാത്രമാവണ്ട ബന്ധങ്ങൾ. വനതജാലസു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നവരാണ്. അതിൽ അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ പെടുത്തി തരട്ടെ. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരിക്കുക. ഈ ഇരുത്തം അങ്ങനെയാണ്. ഇവിടെ ദുആന് ഉത്തരം കിട്ടുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. നിങ്ങൾ വരുന്നത് ഇഖ്ലാസോടുകൂടിയുള്ള വരവാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഇതിനൊക്കെ തൗഫീഖ് നൽകിയില്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സമ്പാദ്യം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു മജ്‌ലിസിലിരിക്കാൻ. ഇതിപ്പോൾ നാട്ടിൽ പോയാൽ ഞങ്ങളൊന്നും കിട്ടൂല, എനിക്കറിയാം. നാട്ടിൽ പോയാൽ ഒരൊറ്റ മഖ്ലൂക്കിനെ കിട്ടൂല, എല്ലാവരും ബിസിയാണ്. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന പോലെ, എന്നാൽ നമുക്ക് നാട്ടിലേറെ തിരക്ക് ശരിക്കും ഇവിടെയാണ്. പക്ഷെ നമ്മുടെ സമയം ഇച്ചിരി ഓർഗനൈസ്ഡ് ആണ്. ഇവിടെ സമയം സ്ട്രക്ചേർഡാണ്. ഇത്ര മുതൽ ഇത്ര വരെ ജോലി, അത് കഴിഞ്ഞ് ഇത്ര വരെ നമുക്ക് ഒഴിവ് സമയം, അതിനുള്ളിൽ ഇത്ര സമയം നമുക്ക് ഖുർആൻ ക്ലാസ്സിന് പോവാം, ഇത്ര സമയം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് പോവാം. അൽഹംദുലില്ലാഹ്. നാട്ടിൽ ചെന്നതൊന്നും നടക്കൂല. കുറേ ആളുകൾ ഗൾഫ് വിട്ട് പോവാത്തതിൻ്റെ ഒരു കാരണം തന്നെ ഇബാദത്ത് ചെയ്യാൻ ഇത്ര സൗകര്യമുള്ള സ്ഥലം നാടിലേറെ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ സമ്പാദ്യം ഇവിടെ നിന്ന് കിട്ടുന്ന ഇബാദത്താക്കി മാറ്റാം. ഇവിടെ കിട്ടുന്ന പൈസയിലേറെ വലിയ സമ്പാദ്യം ഈ ഇബാദത്താണ്. അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് സമയം ഇത്രയും കൂടുതൽ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം വേറെ എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ പോയി എനിക്ക് പറ്റാറില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ നിന്നൊക്കെ പറയും ഓരോരുത്തർ, സാറേ നമുക്ക് നാട്ടിൽ പോയിട്ട് കാണട്ടോ വരണട്ടോ വീട്ടിൽ. എന്ത് നാട്ടിൽ ചെന്നാൽ എത്രയോ മറ്റു തിരക്കുകളായി പോകും. നമുക്ക് വിചാരിച്ച് പ്ലാൻ ചെയ്തൊന്നും നടക്കൂല. അതുണ്ടാവുക. സർപ്രൈസായിട്ട് ചെയ്യുന്നതൊക്കെ നടന്നേക്കും. നാട്ടിലേക്ക് പോകണോ, അവിടെ തന്നെ സ്ഥിരമാവണോ, നാട്ടിൽ തന്നെ കൂടണോ എന്നൊക്കെ ആലോചിക്കാം. പക്ഷേ എന്തായാലും ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്വസ്ഥമായി നമുക്കൊന്ന് ഇരിക്കാനും പഠിക്കാനും വായിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ഈ ഒരു സൗകര്യം നാട്ടിൽ ചെന്നാൽ കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടുന്നവരുണ്ടാവും ചിലപ്പോൾ, അങ്ങനത്തെ പോയിക്കോളി. അപ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ ഒരു വലിയൊരു നന്മ നമ്മുടെ ഈ പ്രവാസ ലോകത്തിൻ്റെ ഒരു നന്മയാണ്.
അതിൻ്റെ നന്മ നമ്മൾ കാണണമല്ലോ. നമ്മുടെ സമയത്തിന് വില കാണുന്നു. ആ വിലപ്പെട്ട സമയം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഒരുപാട് നന്മകൾ നമ്മുടെ നാട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ പ്രവാസികൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അൽഹംദുലില്ലാ. അപ്പം നതജാലസു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരുന്നവരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അടുത്തുള്ള പേരൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ? റൈറ്റ് ടു ലെഫ്റ്റ് ഇരിക്കുന്നവരെ ഇല്ല? റൈറ്റ് ടു ലെഫ്റ്റ് ഇരിക്കുന്നവരെ പേരറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. അത് ശരി, ഇതൊന്നും കൂടെ ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കണില്ലേ, ട്രെയിനിലൊക്കെ. അപ്പം ഒന്ന് പരിചയപ്പെട്ട് സലാം പറഞ്ഞ് അല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് സലാത്തിൽ ഇരുന്നിട്ട് അപ്പുറപ്പുറം നാടും വീടൊക്കെ ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഇന്ന് പരിചയപ്പെട്ടേക്ക്. ഒരു 30 സെക്കൻഡ് ഉള്ളൂ കേട്ടോ. Four, 3, 2, 1, 0. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. നമ്മളെ സ്കൂളിൽ അങ്ങനെ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റി കൊടുക്കും. എന്ത് ചെയ്യുക? ടോക്ക് ടു യുവർ ഷോൾഡർ പാർട്ട്ണർ. ഒരു ഇഷ്യൂ കൊടുക്കുന്നു, ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഷോൾഡർ പാർട്ട്ണറോട് ഡിസ്കസ് ചെയ്യുക. യു ഹാവ് 1 മിനിറ്റ്. 1 മിനിറ്റ് സമയം നമ്മൾ ടൈമർ കൊടുക്കും. കൗണ്ട് ഡൗൺ സമയമായി കഴിഞ്ഞാൽ ടീച്ചർ കൈപൊക്കിയാൽ പിന്നെ വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് സ്കൂളിലെ സിസ്റ്റം കേട്ടോ. നമ്മൾ സ്കൂളൊന്നുമല്ല, പക്ഷേ ഞങ്ങളോട് പറയാം. അവിടെ ചില നന്മകൾ അങ്ങനെ ഉണ്ട്. നമുക്ക് ഒരാൾക്കൊരു കാര്യം പറയണം, ഒരു ചോദ്യം ചോദിക്കണം, ഇങ്ങനെ ഇരുത്തത്തിൽ ഇങ്ങനെ ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കൈപൊക്കുക അല്ലേ? കൈപൊക്കിയിട്ട് വെയിറ്റ് ചെയ്യുക. ആരാണോ ആ സെഷൻ ലീഡ് ചെയ്യുന്നത് അദ്ദേഹം അതിന് പെർമിഷൻ കൊടുക്കുന്നു. നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ എല്ലാവരും കേൾക്കുന്നു. വളരെ നല്ലൊരു ഡിസിപ്ലിൻ. ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ രസം തോന്നൽ ഇവിടെ പഠിപ്പിക്കുമ്പോഴാണ്. അൽഹംദുലില്ലാ. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കേണ്ടെന്ന് വിചാരിച്ചു വരുന്ന മക്കളാണ്. അവരെ പഠിപ്പിച്ചാൽ ആദ്യം അത് പഠിക്കേണ്ട സംഗതിയാണെന്ന് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം, എന്നിട്ട് പഠിപ്പിക്കണം. അപ്പോൾ കുറേ സമയം അതിൻ്റെ ഓർഗനൈസേഷന് വേണ്ടി ചിലവായി പോവും. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഇടക്കിടക്ക് ഈ പരിചയമുള്ള ആളുകൾ ഒരുമിച്ചിരുന്നാൽ മതി. അല്ല, പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരത്ത് ഇരിക്കുമെന്ന് പരിചയപ്പെട്ട സലാം പറഞ്ഞിട്ട് കേട്ടോ ഇനി എന്നും അങ്ങനെ ചെയ്തേക്ക്. അപ്പോൾ ആ ഒരു മുത്തജാലിസ്, കൂടെ നിരന്തരം ഇരിക്കുന്ന ആൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടണം. ഇങ്ങനെ ഒരു ആരെൻ്റെ അടുത്തിരിക്കണമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ? അടുത്ത ആരൊക്കെയോ ഉണ്ടാവും, ആരാന്ന് പോലും അറിയില്ല. അങ്ങനെയായിട്ട് കാര്യമില്ല. അടുത്തുള്ള ആളെ പരിചയപ്പെടണം. അപ്പോഴാണ് അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട് പടച്ചോനെ എന്ന് പറയണമെങ്കിൽ ആ അപ്പുറം ഇരുന്ന ആളുകൾക്ക് ഓർമ്മ വേണം അല്ലേ? ഇവിടെ ഓർമ്മ ഉണ്ടോ? അവിടെ ഓർമ്മ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അള്ളാഹിന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. എങ്ങനെ? കുന്നാ നതസാവറു ഫില്ലാഹി വനതജാലസു ഫില്ലാഹി വനതബാദലു ഫില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയവരാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ പരസ്പരം സന്ദർശിച്ചവരാണ്. വനതജാലസു ഫില്ലാഹ്, നിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നവരാണ്. നിന്റെ വിഷയത്തിൽ നിനക്ക് വേണ്ടി, മറ്റൊന്നും ഒരൈഹികമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല റബ്ബേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നവരാണ്. വനതബാദലു ഫില്ലാഹി അസ്സ വജല്ല, ഞങ്ങൾ അന്യോന്യം എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ കൈമാറിയത് നീയുമായുള്ളൊരു ബന്ധത്തിന്റെ പേരിലാണ്. ഫില്ലാ, അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അതിന്റെ പേരിൽ, നിനക്കിഷ്ടമാണല്ലോ അതിന്റെ പേരിൽ, അങ്ങനെയാ ഞങ്ങൾ ഇടപാടുകൾ നടത്തിയത് എന്നല്ലാതെ ആ ഇടപാടിലൂടെ ഒരു വലിയ ലാഭം എനിക്കുണ്ടാക്കണം അതിനല്ല. ഞങ്ങൾ പരസ്പരം സഹായിച്ചവരാണ്. അപ്പോൾ പരസ്പരം സഹകരിക്കുന്ന ഒരു ആൾക്കൂട്ടം, ഇത് വലിയ, ഇനിയും 1-2 ഹദീസുകൾ വഴി വരുന്നുണ്ട്. അത് വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്. നമുക്കൊരു ഖാഫില എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, SKSFന്റെ കീഴിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. ഖാഫില, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് ഒരു നന്മയിൽ ഫോക്കസ് ചെയ്ത് ദിവസങ്ങളോളം ചെയ്യുന്ന ഒരു വലിയ ഒരു നന്മയാണത്. സുബ്ഹാനല്ലാഹ്.
അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഉദ്ഖുലുൽ ജന്നത ഫനിഅമ അജ്റുൽ ആമിലീൻ, പൊയ്ക്കോളൂ, ഒരു ഹിസാബും നിങ്ങൾക്കില്ല എന്ന് ഈ ഒരുമിച്ചിരിക്കുന്ന ആളുകളോട് പറയപ്പെടുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇസ്ലാമിക് സെന്ററിലെ ക്ലാസ്സിലിരുന്ന് മുതലാവൂലേ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിൽ ഇരുന്നവരല്ലേ, നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടവരല്ലേ, നിങ്ങൾക്ക് ഹിസാബില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞു കിട്ടണം. അള്ളാഹു തആല അത് സ്വീകരിക്കട്ടെ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും നിയ്യത്ത് അതിൽ നന്നാവണം, അപ്പോഴാണ് അത് ശരിയാവുള്ളൂ. നമ്മളെ നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത്രയുള്ള വിഷയം. അല്ലാഹു വലിയ ലത്തീഫാൻ, അല്ലാഹു അങ്ങനെ സ്വീകരിക്കട്ടെ. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമയുള്ള ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ പ്രതിഫലം കൊടുക്കുന്നു. ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ അല്ലാഹു കൊടുക്കുന്നു എന്ന് സൂറത്തു സുമറിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ക്ഷമയുള്ള ആളുകൾക്ക് ബിഗൈരി ഹിസാബിൻ, അതിന്റെ അർത്ഥങ്ങളിൽ ഒരർത്ഥം ഇതാണ്, വിചാരണ പോലുമില്ലാതെ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. വേറെയും അർത്ഥമുണ്ട്, കയ്യും കണക്കില്ലാതെ അല്ലാഹു കൊടുക്കും എന്നും അവിടെ അർത്ഥമുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തജ്തമിഊന യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് വരും, ഒരുമിച്ച് കൂടും. ഫയുഖാൽ, അവിടെ നിന്ന് വിളിച്ചു പറയപ്പെടും, ഐന ഫുഖറാഉ ഹാദിഹിൽ ഉമ്മത്തി വമസാകീനുഹാ, ഈ സമൂഹത്തിന്റെ പാവപ്പെട്ടവരും മിസ്കീന്മാരും ഒക്കെ എവിടെയാണ്? പാവപ്പെട്ടവരെവിടെ? നോക്കണം, അവർക്ക് വലിയ പരിഗണനയാണ്. പാവപ്പെട്ടവർക്ക് വലിയ സ്ഥാനം അള്ളാഹുവിൻ്റെ ദീൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർ പാവമായത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. ബാക്കിയുള്ള ആളുകൾക്ക് അള്ളാഹ് പൈസ കൊടുത്തത് അതും അള്ളാഹിൻ്റെ ഒരു ഖളാ ആണ്. അവരല്ലാഹിനോട് ചോദിച്ചു വാങ്ങിയതല്ലല്ലോ എനിക്ക് ദാരിദ്ര്യം മതി പടച്ചോനെ, അല്ല. നിങ്ങളും ചോദിച്ചു വാങ്ങിയതല്ല പടച്ചോനെ എനിക്ക് ഇന്നത് മതി, അല്ല. അള്ളാഹു തന്നു, നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ നമ്മളെക്കാളും ലെസ് ഫോർച്ചുനേറ്റ് ആയ ആളുകളെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഫഖീർ മിസ്കീന്മാർ, നമുക്കോ നമ്മുടെ കുടുംബത്തിനോ കഴിയുന്നതിന് എന്തെങ്കിലും മിച്ചം അല്ലാഹു തന്നിട്ടുണ്ട്. മാദാ യുൻഫിഖൂന ഖുലിൽ അഫ്വ, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എന്ത് മിച്ചമുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വലിയ മുതലാളിയാവട്ടെ, ആയിക്കോട്ടെ, അതൊക്കെ ഖൈർ തന്നെ. പക്ഷേ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് നമ്മുടെ ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂമുൻ ലിസ്സായിലി വൽ മഹ്റൂം, നമ്മുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് മിസ്കീന്മാർക്ക് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹ് മിസ്കീന്മാരെ എന്നെൽപ്പിക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മദീനത്തെ പള്ളി അടിച്ചുവാരിയിരുന്ന ആ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അതൊരു കറുത്ത പെണ്ണായിരുന്നു അല്ല കറുത്ത ആണായിരുന്നു, രണ്ട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാൻ റജുലുൻ അസ്വദ് അല്ലെങ്കിൽ ഇംറഅത്തുൻ സൗദ, അങ്ങനെ രണ്ടും. അപ്പോൾ മാ ഫഅല ഫുലാൻ, എന്തു പറ്റി, എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ ഫകഅന്ന വസ്തഹ്ഖറു അംറഹ്, സ്വഹാബികൾ പറഞ്ഞു, നബി അദ്ദേഹം വഫാത്തായി, ഞങ്ങൾ ഇന്നലെ രാത്രി അവരെ മറവ് ചെയ്തു. കാരണം ഇസ്ലാമിൻ്റെ രീതിയും അങ്ങനെയാണ്, മരണം സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് മറവ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മറവ് ചെയ്തു. ഹല്ല അഫല ആദൻതുമുനി, നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? പറഞ്ഞു, പൊന്നാരി നബി അങ്ങ് ഉറങ്ങല്ലേ, അങ്ങ് എത്രയോ ക്ഷീണവും വിഷമങ്ങളുള്ള ആളല്ലേ, ഈ ഇത് വലിയ VIP ഒന്നും അല്ലല്ലോ മരിച്ചത് എന്ന രീതിയിൽ സ്വഹാബത്ത് സംസാരിച്ചു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഒന്നുകൊണ്ടുമല്ല, ആ മനുഷ്യനെ ചെറുതായി കണ്ടതല്ല, നബി തങ്ങളുടെ വിഷയം അതിലും വലുതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. തങ്ങളുടെ വിഷയം, തങ്ങളുടെ വിശ്രമം, തങ്ങളൊരുപാട് അധ്വാനിക്കുന്നവരല്ലേ, തങ്ങൾക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ പാതിരാത്രിക്ക് നബി തങ്ങളെ വിളിച്ചുണർത്തണ്ട എന്ന് വിചാരിച്ചു. അവർ മറവ് ചെയ്തു. ദുല്ലൂനി അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ്, എനിക്ക് കാണിച്ചു തരൂ. അപ്പോൾ അവർ നബിയെ കാണിച്ചു കൊടുത്തു. സ്വല്ലല്ലാഹു നബി അതാ അവിടെയാണ്. ഫഅതാ ഖബ്റഹു ഫസല്ല അലൈഹി, ഹബീബായ തങ്ങൾ ആ ഖബറിന്റെ അരികത്തേക്ക് ചെന്നു, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ആ ഖബറിന്റെ അരികത്ത് ചെന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. എന്തേന്നറിയോ, ഏതൊരു നമ്മളെ നിസ്സാരമായി കാണുന്ന ആൾ പോലും അള്ളാഹുവിൻ്റെ കണ്ണിൽ വലുതായിരിക്കും. ഇന്നലെ കണ്ട ആ കുവൈത്തി പണ്ഡിതൻ, അദ്ദേഹം ട്രിവാൻഡ്രത്ത്, അദ്ദേഹം ആ ഹോട്ടലിലേക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. സുബ്ഹാൻ, അദ്ദേഹം പറഞ്ഞു, കാരണം കുറേ മുഖത്ത് ഈമാനുള്ള വെളിച്ചമുള്ള കുറേ ആൾക്കാരെ ഞാൻ ഇന്നലെ കണ്ടു. നല്ല മുഖവെളിച്ചമുള്ള, മുഖത്ത് ഈമാനിൻ്റെ പ്രഭയുള്ള കുറേ ആളുകൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം ഭാഗത്തൊന്നും ഇസ്ലാം മലബാർ പോലെയല്ല, അങ്ങനെയൊന്നുമല്ല, അവിടെയും വളരെ സജീവമാണ്. മാഷാ അല്ലാഹ്, എന്തോ ഒരു ഈമാനും പ്രഭയുള്ള ആൾ. ഞാൻ ആ വിഷയം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാന മൻ അഖ്ഫ ഔലിയാഅഹ്, അള്ളാഹു ചാല അവൻ്റെ ഔലിയാക്കന്മാരെ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നമുക്കറിയില്ല. അഖ്ഫ ഔലിയാ, എന്തിനല്ല മറച്ചു വെച്ചു എന്നറിയോ? മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് നമുക്കറിയില്ലല്ലോ. സുബ്ഹാന മൻ അഖ്ഫ ഔലിയാ,
അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാ നമുക്കറിയില്ല. എല്ലാവരെയും. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും ഒരു പാപം കിട്ടാൻ എമ്പാടും മതി. ഒരു മനുഷ്യന് തെറ്റ് വയറ് നിറച്ചു കിട്ടാൻ മാത്രം ഒരു മുസ്ലിമായ സഹോദരനെ നിസ്സാരമായി കാണുന്നത് അത് മതി.